ശബരിമലയിൽ നിന്നും പൂർവാചാര പ്രകാരം കൊണ്ടുവരുന്ന കൊടിയും വഹിക്കുന്ന ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ നിന്നും വഴിയോടെങ്കിലും നൽകിയ ക്ഷേത്രാംഗങ്ങൾ നൽകിയ സ്വീകരണങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത സ്വീകരണ കേന്ദ്രമായ കാഞ്ഞാർ ശ്രീ അയ്യപ്പ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ നിന്ന് കൊടിയും മണിയും കൊണ്ടുവന്ന് കൊടിയേറ്റ് നടത്തി ഉത്സവം നടത്തുന്ന
വിശ്വവരതനായ ശ്രീധർമ്മശാസ്താവ് ശബരിമല ശ്രീ അയ്യപ്പൻ്റെ അതേ ചൈതന്യവും തൽസ്വരൂപവുമാണ് അറക്കുളത്ത് അയ്യപ്പ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. ലോകത്തിൽ തന്നെ ശബരിമലയിൽ നിന്ന് കൊടിയും മണിയും കൊണ്ടുവന്ന് തിരുവുത്സവം നടത്തുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ശ്രീ മഹാദേവ ക്ഷേത്രം. പൂർവാചാരപ്രകാരം താഴ്ത്തുമനക്കൽ ഗോപാലകൃഷ്ണ പണിക്കരുടെ കുടുംബത്തിനാണ് ശബരിമലയിൽ നിന്നും കൊടിയും മണിയും കൊണ്ടുവരാനുള്ള അവകാശം. അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരനായ താഴ്ത്തുമനക്കൽ ഗോപാലകൃഷ്ണൻ നായർ ഇപ്രാവശ്യം നമുക്ക് ശബരിമലയിൽ നിന്ന് കൊടിയും മണിയും കൊണ്ടുവന്നു. ഈ 2026 ജനുവരി 25 തുടങ്ങുന്ന ഒന്നാം ഉത്സവം തുടങ്ങുന്ന അന്ന് രാവിലെ 6 മണിക്ക് കൊടിയേറ്റുകയാണ്. കൊടി കയറ്റാനുള്ള അവകാശം മണിമല കുടുംബാംഗത്തിനാണ്, കുടയത്തൂർ മണിമല കുടുംബാംഗത്തിനാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ. 7 ദിവസം കലാപരിപാടികളും വിവിധ ചടങ്ങുകളും ആയിട്ട് 8ാം ദിവസം തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ മനേത്താറ്റ് ബ്രിജേഷ് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കലശം നടത്തി ഫെബ്രുവരി 2-ാം തീയതി രാവിലെ 2 മണിക്ക് കൊണ്ടൂർ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുറക്കളത്തിൽ ഗുരുതി നടത്തിയാണ് നമ്മുടെ ഈ തിരുവുത്സവം അവസാനിക്കുന്നത്. ഈ തിരുവുത്സവത്തിന്റെ ഭാഗമായി വിവിധ ദേശങ്ങൾ, അറക്കുളം ദേശത്തിലുള്ള മുതൽ പുത്തേട്, എടാട്, ഇലപ്പള്ളി, കൊളമാവ്, കരിപ്പഴങ്ങാട് എന്ന് വേണ്ട തൊടുപുഴ താലൂക്കിന്റെ ഭാഗമായിരുന്ന എല്ലാ പ്രദേശങ്ങളും കലിയുഗവരതനായ അറക്കുളത്തയ്യപ്പന്റെ കീഴിലാണ്. അപ്പോൾ ഇതൊരു ദേശോത്സവമായിട്ടാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ശബരിമലയിൽ നിന്നും കൊണ്ടുവരുന്ന കൊടി ഈ വരുന്ന ജനുവരി 25-ാം തീയതി രാവിലെ 6 മണിക്ക് കൊടിയേറ്റി നമ്മുടെ പൂജാതി കർമ്മങ്ങളോടുകൂടി ഉത്സവം സമാരംഭിക്കും. 7ാം ഉത്സവത്തിന് വിവിധ ചടങ്ങുകളും കലാപരിപാടികളോടും കൂടി കലാപരിപാടികൾ അവസാനിച്ച് 8ാം ഉത്സവവും 9ാം ഉത്സവവും കലശം, പുറക്കളത്തിൽ ഗുരുതി എന്നീ ചടങ്ങുകളോടുകൂടി അവസാനിക്കുകയാണ്. ഉത്സവങ്ങളില്ലാത്ത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഈ ഉത്സവ നാളുകളിൽ എല്ലാ ദിവസവും ശ്രീ അയ്യപ്പൻ എഴുന്നള്ളി ശ്രീകൃഷ്ണ ഭഗവാനെ വലം ചുറ്റി, അതായത് വിളക്കിന് എഴുന്നള്ളപ്പ് എന്ന ചടങ്ങ് ഉത്സവ നാളുകളിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ഇവിടുന്ന് തുടങ്ങി ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് തിരിച്ച് എഴുന്നള്ളത്തുണ്ട്. അതുപോലെ തന്നെ 5ാം ഉത്സവത്തിന് മൂലമറ്റം മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളി ദേശം ചുറ്റി അശോക കവല, മൂലമറ്റം AKG നഗർ എന്നിവ ചുറ്റി അറക്കുളം ക്ഷേത്രത്തിൽ കയറുന്ന ചടങ്ങ്. 7ാം ഉത്സവത്തിന് ശരംകുത്തിയിൽ നിന്ന് എഴുന്നള്ളിപ്പ്, പിന്നെ വിവിധ ദേശങ്ങളിലുള്ള പറയെടുപ്പ് എന്നിങ്ങനെ മനോഹരവും വൈവിധ്യവുമാർന്ന ചടങ്ങുകളോടുകൂടിയാണ് അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുവുത്സവം കൊണ്ടാടപ്പെടുന്നത്. ഈ ഉപദേശക സമിതി 2024 13 കമ്മിറ്റി അംഗങ്ങളുമായി തെരഞ്ഞെടുത്ത് ഞങ്ങൾ ഈ അമ്പലത്തിന്റെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി, അതായത് സർപ്പത്തറ, സ്റ്റേജിന്റെ പണി, സ്പീക്കർ എന്ന് വേണ്ട ആൽത്തറ വരെയുള്ള സർവ്വ ജോലികളും, ഇനിയും നമ്മുടെ മുമ്പിൽ ബൃഹത്തായ പദ്ധതികളുണ്ട്. ശിവനടയിലെ നടപ്പന്തൽ, അതോടൊപ്പം തന്നെ ഊട്ടുപുരയുടെ ബാക്കി നിർമ്മാണങ്ങൾ, ചുറ്റുമതിൽ എന്നിങ്ങനെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ കാലാവധി ഈ ശിവരാത്രിയോടുകൂടി അവസാനിക്കുകയാണ്. നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഭക്തരുടെ അകമഴിഞ്ഞ പിന്തുണയോടും കൂടിയാണ് നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഭഗവാന്റെ കടാക്ഷവും, അയ്യപ്പ ഭഗവാന്റെ കടാക്ഷവും ശിവഭഗവാന്റെ അനുഗ്രഹവും എല്ലാം കൊണ്ടാണ് നമുക്ക് ഇത്രയുമൊരു പരിപാടി ചെയ്തു തീർക്കാൻ കഴിഞ്ഞത്. ആയതിനാൽ എല്ലാ ഭക്തജനങ്ങളോടുള്ള കടപ്പാടുകളും നന്ദിയും അറിയിക്കുന്നു. ഈ ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ സാജു OM ഒഴുകയിൽ, സെക്രട്ടറി പ്രകാശ് MP മളിയേക്കൽ, വൈസ് പ്രസിഡന്റ് സന്തോഷ് TP തെറ്റാലിക്കൽ, കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് ചെന്നാപ്പാറ, വിനോദ്, ഷാൻ P ശശി, സാവിത്രി അമ്മ, അനിത സജീവ്, സജി ഒഴുകയിൽ, നിവിൻ ദിവാകരൻ, അമൽ രാജ്, അജീഷ് TB, ഷാൻ B ശശി മുതലായ 13 അംഗ കമ്മിറ്റിയാണ് 2024 അധികാരമേറ്റത്. അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനുള്ള കൊടിയും മണിയും ശബരിമല ദേവസ്ഥയിൽ നിന്നാണ് വർഷങ്ങളായി രാജഭരണകാലം മുതൽ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ഈ വർഷം വരെ താഴത്തുമനക്കൽ ഗോപാലകൃഷ്ണ പണിക്കർ എൻ്റെ അമ്മാവനായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവാണ് കൊണ്ടുവന്നിരുന്നത്. ഈ വർഷം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ട് എന്നെ ചുമതലപ്പെടുത്തി വിടുകയാണ് ചെയ്തത്. ശബരിമലയിൽ നിന്ന് കൊടിയും മണിയും കൊണ്ടുവന്ന് ഉത്സവം നടത്തുന്ന ലോകത്തിലെ ഏക ക്ഷേത്രമാണ് അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ശബരിമലയുടെ കീഴട എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണിത്. രാജഭരണകാലം മുതൽ ഉള്ള ആചാരമാണിത്. ശബരിമലയിൽ നിന്ന് കൊടിയും മണിയും കൊണ്ടുവന്ന് ഉത്സവം കൊണ്ടുവരുന്ന ഏക ക്ഷേത്രം അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ ആയതാണ് താഴത്തുമനക്കൽ